നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ മണ്ണൂത്തി പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള പീച്ചി ഉപകനാലിൽ ചപ്പുചവറുകൾ വന്നടിഞ്ഞതോടെ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുകയാണ്. ഇതുമൂലം ഇവിടെ ചെറിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഈ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒല്ലൂർ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ പല കടകളിലും വെള്ളം കയറി. അവിടെ കാനകൾ നിറഞ്ഞ് ഒഴുകുന്നതിനാൽ വാഹന ഗതാഗതത്തിനും തടസ്സം നേരിടുകയാണ്. ജില്ലയുടെ എല്ലാ ഭാഗത്തുനിന്നും ഈ രീതിയിൽ ശക്തമായ മഴയുടെ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പാലപ്പിള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ പാലപ്പിള്ളിയിൽ പല ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം എം പി ജലാൽ, അരീപ്പുറം മൈമുന, വലിയമ്പാറയിൽ നാണി തുടങ്ങിയവരുടെ വീടുകളിലാണ് അവിടെ വെള്ളം കയറിയിട്ടുള്ളത്. കടലിൽ ശക്തമായ തിരമാലകളാണുള്ളത്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി തുടങ്ങിയാണ്. റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്ത് അതിശക്തമായ കടൽക്കാറ്റാണ് വീശുന്നത്. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമായി കടലിൽ പോയ ഒട്ടുമിക്ക യാനങ്ങളും കാറ്റ് ശക്തമായതിനെ തുടർന്ന് കരയിൽ മടങ്ങിയെത്തി. കടൽ ഏറെക്കുറെ വിജനമായ അവസ്ഥയിലാണ്. അഴീക്കോട്, മുനമ്പം അഴിമുഖം വഴി നൂറുകണക്കിന് വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഈ വള്ളങ്ങളെല്ലാം തന്നെ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്തത്ര ശക്തിയോടെയാണ് കാറ്റ് വീശുന്നത്. കിഴക്കൻ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അഴിമുഖത്ത് പുഴ കലങ്ങിമറിഞ്ഞ നിലയിലാണ് ഉള്ളതെന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം പുതുക്കാടേക്ക് പോകാം. സലീഷ് ചേരുന്നുണ്ട്. സലീഷ്, പുതുക്കാട് മേഖലയിൽ എന്താണ് മഴയുടെ സ്ഥിതി ഇപ്പോൾ? സരീഷാണ് പുതുക്കാട് നിന്ന് ചേരുന്നത്. സരീഷ്, പുതുക്കാട് മേഖലയിൽ ഇപ്പോൾ എന്താണ് മഴയുടെ സ്ഥിതി? നിതീഷ്, ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോട് കൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം ഒരു 5 മണിക്കൂറോളമായി മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കൂടുതലായും ഒരു ഭീതിയിലായിരിക്കുന്നത് കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങളാണ്. അവിടെയാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളായ ഈ മേഖലയിൽ പാലപ്പിള്ളി, കല്ലൂർ എന്നീ ഭാഗങ്ങളിലുള്ള മലയോര മേഖലകളിലാണ് ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. ഇത്തരത്തിൽ നിരവധി വീടുകളിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. കല്ലൂർ മേഖലയിലും ആലങ്ങാട്, ചെമ്മങ്കണ്ടം മേഖലയിലും വെള്ളം കയറി. അതുപോലെ തന്നെ കാർഷിക വിളകൾ കാര്യമായി തന്നെ നശിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാക്കിയ നേന്ത്രവാഴ കൃഷി പൂർണ്ണമായും വെള്ളത്തിലായി എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തോടുണ്ട്, ചെമ്മങ്കണ്ടം തോട്. അതിന്റെ വശങ്ങൾ ഇടിഞ്ഞ് പറമ്പുകളിലൂടെയാണ് ജടിമാറി തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ മേഖലയിലെല്ലാം തന്നെ ചെറു റോഡുകളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട നിലയിലാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് റെഡ് അലർട്ട് ആയിട്ടും വിദ്യാലയങ്ങൾക്ക് അവധി നൽകാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിയിൽ കുട്ടികൾ രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഈ വെള്ളക്കെട്ടിൽ ശക്തമായ മഴയും കാറ്റും കുട്ടികളെ തീവ്രമായി ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷിതാക്കളും ഒരു ആശങ്കയിലായിരുന്നു രാവിലെ മുതൽ. കാരണം കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ കഴിയാത്തൊരു അവസ്ഥ. കാരണം മൂടിക്കെട്ടിയ കാലാവസ്ഥയും അതിശക്തമായ മഴയും ഇതിനിടയിലൂടെ കുട്ടികൾ നടന്നു പോകേണ്ട കുട്ടികളും സൈക്കിളിൽ പോകേണ്ട കുട്ടികളും ഒക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചാണ് ഇന്ന് ഈ രാവിലെ തന്നെ ഇത്രയും നേരം വരെ ഈ സ്കൂളിൽ എത്തുന്നത് വരെയുള്ള ആദി മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഫോണുകൾ വന്നിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും കുറെ ആളുകൾ നമ്മളെ വിളിച്ചിരുന്നു. ഇത്തരത്തിലൊരു സാധ്യത കണക്കിലെടുത്ത് വിദ്യാലയങ്ങളിലുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ പേടിക്കേണ്ട എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം അധ്യാപകർ അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴ ഇപ്പോൾ തുടരുകയാണ്. ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ തുടരുന്നത്. അതുപോലെ കുറുമാലി, മണലിപ്പുഴ ഉള്ള ഒരു മേഖലയാണ് പുതുക്കാട് മേഖല. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഭീഷണിയാണ്. ഇന്ന് രാവിലെ തന്നെ പാലപ്പിള്ളി മലയോര മേഖലയിൽ റബ്ബർ തോട്ടത്തിൽ നിന്നും മലവെള്ളം
വീടുകളിലേക്ക് എത്തുകയും അവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കാര്യം തന്നെ ഉണ്ട്. കാരണം ഇത്ര മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ആ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന മേഖലയിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. സരീഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാലിന്റെ അടക്കം വീടുകളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി മേഖലയിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടോ? ഡിവിഷൻ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നാണ് നമുക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. രാവിലത്തെ ഈ പറഞ്ഞതുപോലെ തോട്ടത്തിൽ നിന്നും മലവെള്ളം ഒലിച്ചിറങ്ങിയാണ്, കുത്തിയൊലിച്ച് വന്നാണ് MP ജല വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലലിന്റെ വീട് ഉൾപ്പെടെയുള്ള കുറച്ച് വീടുകളിലേക്ക് വെള്ളം കയറിയത്. അത് അവിടെ റബ്ബർ തോട്ടത്തിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. ആ വെള്ളം മുൻ കാലങ്ങളിലൊക്കെ വെള്ളം ഒഴുകിയെത്തുന്നത് കണ്ട് ആ നാട്ടുകാർ അവിടെ പറഞ്ഞിരുന്നു തോട്ടത്തിലൂടെ തന്നെ ഈ വെള്ളം ഒഴുക്കിക്കളയാനായിട്ട് കാന തീർക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ അത് തോട്ടം മാനേജ്മെന്റ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതിനൊരു ഫലം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ വെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് എത്തുന്നത്. ഇത് മഴ കനക്കുകയും അതുപോലെ തന്നെ മലമുകളിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വീടുകളിലേക്കൊക്കെ കാര്യമായ രീതിയിൽ തന്നെ വെള്ളം എത്താൻ സാധ്യത ഏറെയാണ്. സരീഷാണ് പുതുക്കാട് മേഖലയിലെ വിവരങ്ങൾ നൽകുന്നത്. ശക്തമായ മഴയിൽ പാലപ്പള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. ഭരത ചെമ്പങ്കണ്ടം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാൽ, അരീപ്പുറം മൈമുന, വലിയമ്പാറയിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയതെന്ന് സരീഷ് അവിടെ നിന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകൾക്ക് ചുറ്റും എത്തുകയായിരുന്നു. റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും തോട്ടം മാനേജ്മെന്റ് നടപടിയെടുക്കാത്തതാണ് ഇവിടെ വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിൽ എത്തുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. മഴ ശക്തമായതോടെ വരന്തരപ്പള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടാണുള്ളത്. ശക്തമായ മഴയിൽ കല്ലൂർ, ഭരത, ചെമ്പങ്കണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിൻ്റെ വശങ്ങൾ ഇടിഞ്ഞ് പറമ്പുകളിലേക്ക് വെള്ളം കയറുകയാണ്. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. ഭരത ചെമ്പങ്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചുവട് പുല്ലുത്തി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കല്ലൂർ അയ്യങ്കോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുറുമാലി പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പുതുക്കാട് മേഖലയിലും വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്യുകയാണ്. പല രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ്, കാർഷിക വിളകൾക്കുള്ള നാശനഷ്ടങ്ങളടക്കമാണ് അവിടെ നിന്നും സരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ നഗരത്തിൽ അശ്വിനി ആശുപത്രി പ്രദേശത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ നോക്കാം. ഭാഗത്തുള്ള വീടുകളിലാണ് കയറിയിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ മഴയത്ത് ആണ് ഉണ്ടായത്. 1.5 മണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും ഇത് കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 10-16ഓളം വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാറാൻ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മഴത്താണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി ഏത് സമയത്ത് മഴ കൂടാൻ വെച്ചാൽ ഭീതിൻ്റെ ആൾക്കാർക്ക് വെള്ളം പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊന്നുണ്ടെങ്കിലും മഴ കൂടുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു 8-10 വീട്ടുകാരാണ് ഉള്ളത്. നമുക്കിവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് അക്വാറ്റിക്സ് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ഒരു വലിയ മഴയ്ക്ക് ടൗണിൽ നഗരത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം മുഴുവനും ഈ വഴി കൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോവാറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാറുന്നുണ്ട്. ചിലവരൊന്നും വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. ചിലരൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. ജില്ലയുടെ തീരദേശ മേഖലയിലും ആശങ്ക കനക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് നവാസ് ചേരുന്നുണ്ട്. നവാസ്, കടലിൽ ശക്തമായ കാറ്റടിക്കുകയാണ്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി തുടങ്ങുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കൊടുങ്ങല്ലൂർ മേഖലയിൽ കരയിൽ മഴ അത്രയും ശക്തമല്ല. എന്നാൽ കടലിലെ കാര്യങ്ങളത്ര പന്തിയല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാറ്റുകടലും കണ്ട് ഒരുപാട് പരിചയമുള്ളവരാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ അന്നവർ കൂട്ടത്തോടുകൂടി കരയിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. തീർച്ചയായും കടലിൽ അതിശക്തമായ കാറ്റാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ള ചെറിയൊരു ആശങ്ക പൊതുവെ എല്ലാവരിലുണ്ട്. ആഗസ്റ്റ് കൂടി ആയതുകൊണ്ട് തീര മേഖലയിൽ പൊതുവെ പഴയ ചില ഓർമ്മകളിലെ ഒരു ആശങ്കയിലാണ് ആളുകൾ.
എന്നാൽ പേടിക്കേണ്ടതില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ തീരദേശ പോലീസും കടലിലും അതുപോലെ തന്നെ തീരമേഖലയിലും ശക്തമായ പട്രോളിംഗ് തുടരുകയാണ്. കാര്യമായി ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗിരീഷ്, കടലിൽ ശക്തമായ കാറ്റടിക്കുകയാണ്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി തുടങ്ങുന്നു. തൃശ്ശൂർ, എറണാകുളം ജില്ലയുടെ തീരപ്രദേശത്തെല്ലാം തന്നെ കടൽക്കാറ്റ് വീശുന്നുണ്ട്. ആ ഒരു ആശങ്കയാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ കരയിൽ ശക്തമായ മഴയില്ലെന്നാണ് നവാസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അഴീക്കോട്, മുനമ്പം വഴി നൂറുകണക്കിന് വള്ളങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അവിടെയെല്ലാം ഒരു ആശങ്കയുണ്ട്. കരയിലേക്ക് അവർ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് നവാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കിഴക്കൻ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അഴിമുഖത്ത് പുഴ കലങ്ങിമറിഞ്ഞ നിലയിലാണ്. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതിയും തയ്യാറെടുത്തു തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ തീരദേശ മേഖലയിൽ എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങുന്നു എന്നാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കടൽ തീരത്ത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ നോക്കാം. ഈ സീസൺ തുടങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മത്സ്യബന്ധനത്തൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. സാധാരണ ഈ ഒരു സമയം വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള മത്സ്യം ഉണ്ടാകുക, എല്ലാ വിധത്തിലുള്ള എല്ലാ ഇനങ്ങളും. പക്ഷെ അതൊന്നും ഇത്തവണ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി മാത്രമല്ല, നമ്മൾ സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, കാറ്റിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ കാറ്റാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കടലിലുണ്ടെങ്കിൽ പോലും പോയി പിടിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്ക് നിലവിലില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4-5 ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാവരും ഒരു പ്രതീക്ഷയായിട്ടാണ് പോയത്. പക്ഷേ പോകാൻ പാടില്ലാന്ന് അനുശാസിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ വഴവെക്കാതെയാണ് കടലിനായിട്ട് നല്ലിട്ട് പോകണത്. പക്ഷെ അത് അപ്പം തന്നെ പോയി അതേപോലെ തന്നെ തിരിച്ചു വന്ന് നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള മഴയുണ്ട്. അതുപോലെ തന്നെ തിരക്ക് മഴ പെയ്തിട്ടാണെന്നുകൊണ്ട് പുഴയിലൊക്കെ നല്ല കലഞ്ഞു മറിഞ്ഞ വെള്ളമാണ് വരുന്നത്. അത്രയും കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമാണ് മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മിക്കവാറും ഈ കാലാവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ വള്ളങ്ങൾ, വഞ്ചികളെല്ലാം തന്നെ കെട്ടിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇന്നലെ രാവിലെ മുതൽ തൊഴിലാളികൾ കടലിൽ പോയിരുന്നുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ വരുന്നതാണ്. പക്ഷേ ഇന്ന് നേരം പുലർച്ചെ, ഞാനിപ്പോൾ സമയം സംസാരിക്കുമ്പോൾ ഒരു 10 മണി കഴിഞ്ഞ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും നേരം പുലരാത്ത രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് നമ്മൾ അഴീക്കോട് അതേപോലെ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്നത്. ഈ ആഗസ്റ്റ് വീണ്ടും ഭയപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം നമ്മളിലൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുന്ന കടലോര ജാഗ്രത സമിതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് വീണ്ടും 2018 ആഗസ്റ്റ് ആകുമോ ഇത്തവണയും എന്നുള്ളൊരു ഭയാശങ്ക ഞങ്ങളെപ്പോലുള്ള ആളുകളിലൊക്കെ ഉണ്ട്. ഏതായാലും എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കടലോര ജാഗ്രത സമിതിയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രതിസന്ധിയും നേരിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങും കാണാത്ത, ഇപ്പോൾ കടലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആളും ആരവും ഇല്ലാത്ത ഈ സമയത്തൊക്കെ നല്ല മത്സ്യബന്ധനം നടക്കേണ്ട ഒരു സമയമാണ്. കടലിലൊക്കെ എല്ലാ വള്ളങ്ങളും, നൂറുകണക്കിന് വള്ളങ്ങളും ബോട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട സമയത്ത് നമ്മൾ നോക്കത്താ ദൂരത്ത് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചലനം പോലും കടലില്ലാത്തൊരു സ്ഥിതിയാണ്. ഇത് വളരെ ഭയാശങ്ക എടുക്കുന്ന കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ കടലോര ജാഗ്രത സമിതി രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അഴീക്കോട് ഉണ്ടാക്കേണ്ട ഏത് പ്രദേശത്തും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.
മേഖലകളിൽ ആശങ്ക നിലനിൽക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ നവാസ് പങ്കുവച്ചിരുന്നു. ചില പ്രതികരണങ്ങളും കണ്ടു. കടലോര ജാഗ്രതാ സമിതി അടക്കമുള്ള നാട്ടുകാരുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ജാഗ്രതയിലാണ്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ അധികൃതർ തയ്യാറാണ്. അതോടൊപ്പം തന്നെയാണ് കടലോര ജാഗ്രതാ സമിതി പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിനൊക്കെ തയ്യാറായി. നേരത്തെ തന്നെ അവരുടെ സേവനം നമ്മൾ കണ്ടതാണ്. അവരുടെ ആ വാക്കുകളാണ് നമ്മൾ കേട്ടത്. തീരദേശ മേഖലയിൽ ശക്തമായ കടൽക്കാറ്റ് വീശുന്നു എന്നുള്ളതാണ് അവിടെ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. കരയിൽ ശക്തമായ മഴയില്ലെങ്കിൽ പോലും കടലിൽ ശക്തമായ കാറ്റ് വീശുന്നതിനാൽ മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി തുടങ്ങുകയാണ്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളുടെ തീരദേശ മേഖലകളിലെല്ലാം തന്നെ ഇതാണ് സ്ഥിതി. ഇന്നലെ മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിലും മത്സ്യബന്ധനത്തിനായി യാനങ്ങൾ കടലിൽ പോയിരുന്നു. അവരാണിപ്പോൾ തിരിച്ച് കരയിലേക്ക് വരുന്നത്. ഏറെക്കുറെ വിജനമായൊരവസ്ഥയിലേക്കാണ് കടൽ പോകുന്നതെന്നാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സമീപ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ ശക്തമായൊരു കാറ്റ് കടലിൽ കണ്ടിട്ടില്ല. എന്നാൽ കടലിൽ ശക്തമായ കാറ്റ് വീശുന്നത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു. അഴിമുഖത്ത് പുഴ കലങ്ങിമറിഞ്ഞ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും ശക്തമായ കാറ്റ് വീശുന്നു. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റും തീരദേശ പോലീസുമെല്ലാം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതി എല്ലാം തന്നെ സജ്ജരായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തീരദേശ മലയോര വ്യത്യാസമില്ലാതെ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. തീരദേശങ്ങളിൽ കടലിൽ ശക്തമായ കാറ്റ് വീശുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി നിലനിൽക്കുന്നത്. കടൽ വിജനമായ സ്ഥിതിയിലാണെന്നുള്ളതാണ് ദൃശ്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധന ബോട്ടുകളെല്ലാം തന്നെ കരയിലേക്ക് മടങ്ങിയെത്തി. അത്ര ശക്തമായ കാറ്റാണ് കടലിൽ വീശുന്നത്. തീരപ്രദേശത്ത്, അതായത് കരയിൽ ശക്തമായ മഴയില്ലെങ്കിൽ പോലും കടലിലെ കാറ്റാണ് ഏറ്റവും വലിയൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാണ്. അശ്വിനി ആശുപത്രി പരിസരത്താണ് വെള്ളക്കെട്ട് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ മുകേഷ് ലാൽ നൽകും. മുകേഷ്, എല്ലാ വർഷവും ഇത് കാണാറുള്ളതാണ് അശ്വിനി ആശുപത്രി പരിസരത്ത് ഇങ്ങനെ ശക്തമായ വെള്ളക്കെട്ട്. ഇപ്പോൾ എന്താണ് സ്ഥിതി? ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും ഇത്രയേറെ തീവ്രമായ മഴ ജില്ലയിൽ വ്യാപകമായി പെയ്യുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയും രാവിലെയുമായി തുടരുന്ന മഴ ഇപ്പോഴും തുടരുമ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് അശ്വിനി ആശുപത്രിക്ക് പിറകുവശമാണ്. അതിരാവിലെ മുതൽ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവിടെയുണ്ടായിരുന്ന വീടുകളിലുണ്ടായിരുന്ന ആളുകളെ ഡിങ്കി ബോട്ടുകളിലും മറ്റും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് നേരത്തെ ഇത്രയേറെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വരെ വെള്ളം കയറി. ഇപ്പോഴും മുട്ടിനൊപ്പം വെള്ളമാണ്. ഇവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റിയിരിക്കുകയാണ്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയസ്സായവരെ ഉൾപ്പെടെ ഈ മേഖലയിൽ താമസിക്കുന്ന പുറത്തേക്ക് വന്നുള്ളൂ. അവർ വീടിൻ്റെ അകം മുഴുവൻ കനത്ത വെള്ളക്കെട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നത്. എപ്പോഴാണ് വെള്ളം മുഴുവനായി കയറിയത്? ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കിനും കയറി കഴിഞ്ഞു. 7:45 തുടങ്ങി, 7:15 തുടങ്ങിയിട്ട് മഴ പെയ്തു തുടങ്ങി. 8 മണിയാകുമ്പോഴേക്കിനും വെള്ളമൊക്കെ കയറി എല്ലായിടത്തും മുങ്ങി. എല്ലാ സാധനങ്ങളും വെള്ളത്തിലേക്ക് എത്തി. വീട്ടിലുള്ളവരെല്ലാം മാറ്റി. അമ്മ ഹോസ്പിറ്റലാണ്. മോളെ അങ്ങോട്ട് ലാബിൻ്റെ അവിടേക്ക് മാറ്റി. മോൻ ക്ലാസ്സിൽ പോയിക്കണം. ഞാനാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ. നമുക്കറിയാം, നേരത്തെയും അശ്വിനി ആശുപത്രിക്ക് സമീപം കനാലിലെ തടസ്സം മൂലം വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ഇടവേളയിൽ ആ വെള്ളക്കെട്ട് ഒഴിവായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ എന്താവും കാരണം? എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ടൗണിൽ പെയ്യുന്ന എല്ലാ വെള്ളം ഈ വഴിക്കാണ് വരിക. പെട്ടെന്ന് വെള്ളം കയറി വരുന്നത്. എന്തെങ്കിലും ബ്ലോക്ക് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അകത്തേക്കുള്ള ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ മുട്ടറ്റം വെള്ളം അകത്തും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ഇത് അശ്വിനി ആശുപത്രിക്ക് സമീപം മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാലിയം റോഡ്, അതുപോലെ തന്നെ MLA റോഡ് തുടങ്ങിയിടങ്ങളിലെല്ലാം വലിയ വെള്ളക്കെട്ട്. അത് മാത്രമല്ല, ഈ തൃശ്ശൂർ നഗരത്തിലെ അഴുക്കുചാലുകളിലും മറ്റുമെല്ലാം കലങ്ങി മറിഞ്ഞ വെള്ളം വരുമ്പോൾ പകർച്ചവ്യാധി ഭീഷണി കൂടി ഇവിടെ നേരിടുന്നുണ്ട് എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അത്തരമൊരു പകർച്ചവ്യാധിക്കും സാധ്യത നിലനിൽക്കുന്നു. നമുക്കറിയാം, ഇത് അശ്വിനി ആശുപത്രിയുടെ പിറകുവശമാണ്. പിറകുവശത്തെ റോഡാണ് ഈ കാണുന്നത്.
രാവിലെ ഫയർഫോഴ്സിൻ്റെ ചെറിയ ഡിങ്കി ബോട്ടുകളിൽ കൊണ്ടുവന്നാണ് ഇവിടെയുള്ള പ്രായമായവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ആളുകൾ ഭീതിയോടുകൂടിയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളവർ കഴിയുന്നത്. ഇവർക്ക് വീടുകളിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല, കാരണം വീട്ടിലുള്ള സാധനങ്ങൾ മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇവിടുന്ന് മാറാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. വയസ്സായവരെയും കുട്ടികളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഇവർ ഇപ്പോഴും ഈ വീടുകളിൽ തുടരുകയാണ്. കനത്ത വെള്ളക്കെട്ട് രാവിലെ മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ആ ഒരു ആശങ്ക അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. വെള്ളം എത്ര വരെ ഉയർന്നു? ഇതിപ്പോൾ ഈ ഒരു അളവിൽ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു അരയ്ക്കൊപ്പം വെള്ളം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7 മണിക്ക് പെയ്ത മഴയാണ്. 7 മണിക്ക് പെയ്ത മഴയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ അവസ്ഥയാണ്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കാവും, വീടുകളിലേക്കൊക്കെ വെള്ളം കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നേരത്തെ വലിയ വെള്ളക്കെട്ടുണ്ടായപ്പോൾ കോർപ്പറേഷൻ ഇടപെട്ട് കനാലിൽ തടസ്സമെല്ലാം നീക്കി ഒരു അവസരം വെള്ളക്കെട്ടില്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ വരാൻ വീണ്ടും അറിയില്ല ഇതെന്താന്ന്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ കയറിയിട്ടില്ല എന്നാണ് ആ സമയത്ത് കിട്ടിയ വിവരം. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ഒരു 1 അവറിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പിന്നെ ബ്ലോക്കായി. എവിടെയാണ് പ്രശ്നം എന്താണെന്നൊന്നും അറിയില്ല. ഡ്രെയിനേജ് ഉണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കണ്ടിന്യൂസ് ബ്ലോക്ക് എവിടേക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലവും പറയുന്നൊരു കാര്യമാണ്. ഇവിടെ കോറായിട്ടുള്ളൊരു സ്ഥലമാണ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ സെൻറ്റർ ഓഫ് സിറ്റിയാണല്ലോ. അപ്പോൾ ഇത്രയും ആയിട്ടൊരു സൊല്യൂഷനും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതെന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാതിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിവേദനം എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കളക്ടറിൻ്റെ അവിടെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. കാരണം ഇത് ഒരു തവണ മാത്രമല്ല, തുടർച്ചയായി പലപ്പോഴും കനത്ത മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ആശുപത്രിയിൽ നിന്ന് ആളുകളെ സ്ട്രെച്ചറിലും മറ്റുമായി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു ദൃശ്യമെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. മഴ കുറച്ചു നേരം പെയ്യുമ്പോഴേക്കും ഇത്രയും കനത്ത വെള്ളക്കെട്ട് വരുന്നത് തീർച്ചയായും അറ്റകുറ്റപ്പണികളുടെ അഭാവം, കൃത്യമായി വൃത്തിയാക്കാത്തത് എന്നെല്ലാം നമുക്ക് അവർ പരാതിയായി പറയുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ളവരെല്ലാം അത് ശുചിയാക്കുന്ന ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പതിവായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് അശ്വിനി ആശുപത്രിക്ക് തൊട്ടുപിറകിലുള്ള മേഖല എന്ന ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണേണ്ടതില്ല. നഗരത്തിൽ പലയിടങ്ങളിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. എന്തിനെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ വരെ ചില മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. കൃത്യമായി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് എന്നുള്ള പരാതിയും ഉയരുകയാണ്. എന്തായാലും ആശങ്ക തുടരുകയാണ്, മഴയും തുടരുന്നു. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ നേർചിത്രമാണ് അശ്വിനി ആശുപത്രിക്ക് പിൻവശത്ത് നിന്ന് മുകേഷ് ലാൽ പങ്കുവച്ചത്. കൊടകരയിലേക്ക് പോകാം. കൊടകരയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ലോനപ്പൻ ചേരുന്നുണ്ട്. അവിടെ എന്താണ് സ്ഥിതി? ലിബീഷ്, മറ്റത്തൂരിലെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. അതിശക്തം എന്ന് പറയാനായില്ലെങ്കിൽ തന്നെയും തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളിക്കുളങ്ങരയ്ക്ക് സമീപമുള്ള പോത്തഞ്ചിറ എന്ന പ്രദേശത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ശക്തമായ മഴ, അതിതീവ്ര മഴ എന്ന് തന്നെ പറയാം. ഈ മഴയിൽ അവിടുത്തെ ഒരു 6ഓളം വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു വരികയും പ്രദേശവാസികൾ ഒരു ഭീതിയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്ന മണലും മെറ്റലും ഒക്കെ വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ലിബീഷ്, കൊടകര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഈ മറ്റത്തൂരിൽ കാർഷിക മേഖലയാണ്. അവിടെ കാർഷിക വിളകൾക്കുള്ള നാശം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിൽ നേരത്തെ തന്നെ ഇവിടെ പെയ്തിട്ടുള്ള മഴയിൽ നേന്ത്രവാഴ കർഷകർ വല്ലാത്ത ദുരിതത്തിലാണ്. ഏറെക്കുറെ ഓണത്തിന് കണക്കാക്കി കൃഷി ചെയ്ത വാഴകളെല്ലാം തന്നെ വെള്ളക്കെട്ടില് പഴുത്ത് നാശം ഇതുവരെ ഏറെക്കുറെ നശിച്ച ഒരവസ്ഥയിലാണ്. ഇപ്പോൾ അത്രമാത്രം വെള്ളം ഉയർന്നിട്ടില്ല. ലിബീഷ്, കൊടകര മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ലോനപ്പൻ. മറ്റത്തൂർ പ്രദേശത്താണ് മഴ അതിശക്തമായി തന്നെ പെയ്യുന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചില വീടുകളുടെ പടി വരെ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാർഷിക മേഖലയാണ്. മുൻപ് തന്നെ അവിടെ കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചിരുന്നു. നേന്ത്രവാഴ കൃഷി ഓണത്തിന് മുന്നോടിയായി നേന്ത്രവാഴ ധാരാളം കർഷകരുള്ള മേഖലയാണ്. അവിടെ വെള്ളം കയറി നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നു. കൃഷി നശിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡിലൂടെയൊക്കെ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊടകര മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്.
റബ്ബർ തോട്ടങ്ങളെല്ലാം തന്നെ മുങ്ങിയ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കൊടകര മേഖലയിൽ നിന്ന് കാണുന്നത്. അതിശക്തമായി തന്നെ വെള്ളം റോഡിലൂടെ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. പല വീടുകളുടെയും മുറ്റത്തേക്ക് തന്നെ വെള്ളം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിതീവ്ര മഴ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ആ മേഖലയിൽ മഴ അനുഭവപ്പെടുന്നത്. മുൻകരുതൽ നടപടികളെല്ലാം തന്നെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ആളുകളെ ഒന്നും മാറ്റിപ്പാർപ്പിച്ചതായി ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും കനത്ത ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. കാർഷിക വിളകൾക്കെല്ലാം വലിയ രീതിയിൽ നാശം സംഭവിച്ചിട്ടുണ്ട്. വീടുകളുടെ തൊടിയിലും മുറ്റത്തുമെല്ലാം തന്നെ വെള്ളം കയറി. കിണറുകൾക്ക് മുകളിലൂടെ വെള്ളം പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. മലവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൊടകര മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വീടുകളുടെ മുറ്റത്തൂടെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ചേലക്കരയിലേക്ക് പോകാം. ചേലക്കരയിൽ നിന്ന് രാജു ടെലിഫോൺ ലൈനിലുണ്ട്. രാജു, ചേലക്കര മേഖലയിൽ രാവിലെ മുതൽ തന്നെ മഴയാണോ? താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ എന്താണ് സ്ഥിതി? ചേലക്കരയിൽ ലഭിച്ച് കാലത്തോട്ട് ചേലക്കരയിൽ ഗംഭീര മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാഴക്കോട് പ്ലാഴി റോട്ടിലെ ചേലക്കര ആറ്റൂർ കമ്പനിപ്പടിക്ക് സമീപം മലവെള്ളപ്പാട്ടിൽ വന്ന് ഗതാഗതം ഏകദാണ്ട് പൂർണ്ണമായും അതായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ശക്തമായ മഴയാണ് ചേലക്കര മേഖലയിൽ നടക്കുന്നത്. അവിടെ ദൃശ്യങ്ങളിൽ കാണാം, റോഡിലൂടെ എല്ലാം ശക്തമായി തന്നെ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ഗതാഗതത്തിനൊക്കെ തടസ്സം നേരിട്ടിട്ടുണ്ടോ? അധികൃതർ ഏത് രീതിയിലുള്ള ജാഗ്രതയാണ് പുലർത്തുന്നത്? ഗതാഗതം ഏകദേശം പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ഇപ്പൊ നാട്ടുകാരുടെ ശ്രമഫലമായാണ് വാഹന ഗതാഗതം നടക്കുന്നത്. റോഡ് നന്നാക്കിയിരുന്നെങ്കിലും വള്ളം പോകാനുള്ള കാരണങ്ങളൊന്നും നന്നാക്കിയിരുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്നാണ് നാട്ടുകാരും വാഹനയാത്രികരും പറയുന്നത്. ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടോ? ഇപ്പൊ നിലവില് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇല്ല. മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥ വരും എന്നാണ് അറിയുന്നത്. ചേലക്കര തിരുവല്ലുവാമല മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, റോഡിലൂടെ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ഇതുവരെയും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. പക്ഷേ മഴ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. നാട്ടുകാർ ഇടപെട്ടാണ് വാഹനങ്ങൾ പലയിടങ്ങളിലേക്കും വഴിതിരിച്ച് വിടുന്നത്. പ്രായമായവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ബന്ധുവീടുകളിലുമൊക്കെ മാറ്റുന്ന ഒരു ദൃശ്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഹന ഗതാഗതം ആളുകൾ ഇടപെട്ട് തന്നെയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. റോഡിലൂടെ അതിശക്തമായ രീതിയിലാണ് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നത്. ചേലക്കര തിരുവല്ലുവാമല മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെയും മഴ തുടരുകയാണ്. കനത്ത മലവെള്ള പാച്ചിലാണ് അനുഭവപ്പെടുന്നത്. വാഹന ഗതാഗതത്തിന് പലയിടങ്ങളിലും തടസ്സം നേരിട്ടു. ആളുകൾ പലയിടങ്ങളിലും തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വാഹനങ്ങൾ വഴിതിരിച്ച് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു. പ്രായമായവരെ അടക്കം ബന്ധുവീടുകളിലേക്ക് മാറ്റുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതലായി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല. മഴ അടുത്ത മണിക്കൂറുകളിൽ മഴയുടെ ശക്തി കുറഞ്ഞാൽ വെള്ളക്കെട്ട് ഇറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. ുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. പലയിടങ്ങളിലും മഴവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. വീടുകളുടെ മുറ്റത്തൂടെ എല്ലാം മഴവെള്ളം ഇങ്ങനെ ശക്തമായി തന്നെ ഒഴുകുന്നു. അതിശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ ജില്ലയിൽ അനുഭവപ്പെടുന്നത്. റെഡ് അലർട്ട് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും അതിതീവ്ര മഴയുടെ ഒരു പശ്ചാത്തലമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ എല്ലായിടത്തും അതിശക്തമായ മഴ പെയ്യുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. ആളുകൾ ദുരിതത്തിൽ. ആളുകളെ ചിലയിടങ്ങളിലൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആളുകൾ വീടുകളിൽ നിന്ന് മാറാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടെന്ന് നേരത്തെ ഒരു കൗൺസിലറുടെ പ്രതികരണം വ്യക്തമാക്കിയിരുന്നു. എങ്കിൽ പോലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ രീതിയിൽ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിലാണുള്ളത്. പലയിടങ്ങളിലും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ട്. ജനങ്ങളോട് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ
പുറത്തിറങ്ങരുതെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. കാരണം റോഡിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ മലവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നുണ്ട്. പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ട്. നാട്ടുകാർ ഇടപെട്ട് തന്നെയാണ് വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. മഴവെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് റോഡിലൂടെ തന്നെ ഒഴുകി റോഡെല്ലാം നേരത്തെ തന്നെ തകർന്നു കിടക്കുന്ന റോഡുകളാണ്. ആ റോഡുകൾ കൂടുതൽ തകരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മണ്ണിടിച്ചിൽ പല പ്രദേശങ്ങളിലും ഉണ്ട്. കാർഷിക മേഖലകളിലെല്ലാം തന്നെ മണ്ണിടിച്ചിലുണ്ട്. കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. തോടുകളുടെ വശങ്ങൾ ഇടിഞ്ഞ് തോടിലേക്ക് വീഴുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ രീതിയിൽ വളരെ ശക്തമായ മഴ, ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്ക് മഴയുടെ ഒരു ശക്തി കുറഞ്ഞെങ്കിലും പിന്നീട് വീണ്ടും മഴ ശക്തമാകുന്നു. അങ്ങനെ ഇടവിട്ട് ശക്തമായൊരു മഴ പെയ്യുന്ന സാഹചര്യമാണ് ജില്ലയിൽ നിലവിലുള്ളത്. റെഡ് അലർട്ടാണ് നിലവിലുള്ളത്. തീരദേശ മലയോര മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തോടുകളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുന്നൊരു സ്ഥിതിവിശേഷം. അതോടൊപ്പം തന്നെയാണ് വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്നു. റോഡുകളിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നു. ഗതാഗതത്തിന് തടസ്സം നേരിടുന്നു. പ്രായമായ ആളുകളെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിൽ നിന്ന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാർഷിക വിളകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നൊരവസ്ഥ. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വാഴ കൃഷികളെല്ലാം തന്നെ മറ്റത്തൂർ മേഖലയിൽ നശിച്ചിരിക്കുന്ന ഒരു കാഴ്ച നേരത്തെ തന്നെ അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും വെള്ളക്കെട്ടും അതുമൂലമുള്ള ദുരിതത്തിലും ജനങ്ങൾ വലയുകയാണ്. നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തീരദേശത്ത് കടലിൽ ശക്തമായ കാറ്റ് വീശുകയാണ്. മത്സ്യബന്ധന യാനങ്ങളെല്ലാം തന്നെ കരയിലേക്ക് തിരിച്ചെത്തി. ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെല്ലാം തന്നെ ശക്തമായ കാറ്റിനെ തുടർന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. തീരദേശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, കടൽ ഏതാണ്ട് വിജനമായി കിടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ തീരദേശ മേഖലയിലും ശക്തമായ ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചേലക്കര മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കനത്ത മഴ റോഡിൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് വാഹനങ്ങൾ പല സ്ഥലങ്ങളിലേക്കും വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. രാവിലെ മുതൽ പെയ്യുന്ന മഴ ഇപ്പോഴും തോരാതെ തുടരുകയാണ്. മലവെള്ളം റോഡിലൂടെ കുത്തിയൊലിച്ച് ഒഴുകുന്നു. വീടുകളുടെ മുറ്റത്തേക്കടക്കം വെള്ളം കയറി. പലയിടങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടില്ല. കുട്ടികളെല്ലാം തന്നെ രാവിലെ തന്നെ സ്കൂളുകളിലേക്ക് പോയിട്ടുണ്ട്. വളരെ ശക്തമായ മഴ ജില്ലയിൽ തുടരുകയാണ്.
ജില്ലയിൽ രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. മണ്ണുത്തി മുക്കാട്ടുകര റോഡിൽ വെള്ളം കയറി. തൃശൂർ നഗരത്തെ സംബന്ധിച്ചാണെങ്കിൽ അശ്വിനി ആശുപത്രി പരിസരം, പാട്ടുരായ്ക്കൽ ഭാഗം തുടങ്ങിയിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. സ്വരാജ് റോഡിൻ്റെ പലയിടങ്ങളിലും വെള്ളം കയറി. അശ്വിനി ആശുപത്രി പരിസരത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇവിടെ വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറി. വീട്ടുസാമഗ്രികൾ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഡിങ്കി ബോട്ടുകളടക്കം എത്തിച്ചാണ് പ്രായമായവരെയും രോഗികളെയും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ്. ആളുകൾ വലിയ ദുരിതമാണ് അവിടെ അനുഭവിക്കുന്നത്. രാവിലെ ജനപ്രതിനിധികളുടെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഡിങ്കി ബോട്ടുകളടക്കം ഈ പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. പ്രായമായവരെയും രോഗികളെയും ഒക്കെ ഇങ്ങനെയാണ് വെള്ളക്കെട്ടിലൂടെ പുറത്തേക്ക് കടത്തിയത്. ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും അതിന് തയ്യാറായിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ സൂചിപ്പിക്കുന്നത്. കാരണം വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണം. പെട്ടെന്ന് മാറുക സാധ്യമല്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എങ്കിൽ പോലും മഴയുടെ ശക്തി ഇടയ്ക്ക് അല്പം കുറയുന്നത് മൂലം വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ ആണ് ആളുകൾക്ക് ഒരു ആശ്വാസമുള്ളത്. എന്തായാലും മഴ ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുകയാണ്. ഇടറോഡുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പലയിടങ്ങളിലും ഈ കാനകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ടത് മൂലം വെള്ളം ഒഴുകിപ്പോകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. നഗരത്തിന് പുറത്തേക്ക് പോയാൽ മണ്ണുത്തി മേഖലയിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മുക്കാട്ടുകര മണ്ണുത്തി റോഡിൽ വെള്ളം കയറി. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള പീച്ചി ഉപകനാലിൽ ചപ്പുചവറുകൾ വന്നടിഞ്ഞതോടെ വെള്ളം റോഡിലൂടെയാണ് കുത്തി ഒഴുകി പോകുന്നത്. ഇതുമൂലം ഇവിടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയോര മേഖലയിൽ പാലപ്പിള്ളിയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ പഞ്ചായത്ത് അംഗത്തിൻ്റെ അടക്കം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. അവിടെ ആളുകളോട് ചിലയിടങ്ങളിൽ നിന്നൊക്കെ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാൽ, അരീപ്പുറം മൈമുന, വലയംപാറയിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കുത്തി ഒലിച്ചെത്തിയ വെള്ളം വീടുകൾക്ക് ചുറ്റുമെത്തുകയായിരുന്നു. റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും തോട്ടം മാനേജ്മെൻറ്റ് നടപടിയെടുക്കാത്തതാണ് ഈ വരന്തരപ്പള്ളി മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായത്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിലെത്തുമെന്ന ഒരു ആശങ്കയാണ് നാട്ടുകാർ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മഴ ശക്തമായതോടെ വരന്തരപ്പള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടാണുള്ളത്. ശക്തമായ മഴയിൽ കല്ലൂർ, ഭരത, ചെമ്പങ്കണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിൻ്റെ വശങ്ങൾ ഇടിഞ്ഞ് പറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി തന്നെ കൃഷി നശിച്ചു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചുവട് പുല്ലുത്തി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ അയ്യംകോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുറുമാലി പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യത ഏറെയാണ്. മണലി കുറുമാലി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം മുൻപ് തന്നെ നൽകിയിട്ടുണ്ട്. പുതുക്കാട് മേഖലയിലെ പലയിടങ്ങളിലും തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. വീടുകളുടെ മുറ്റത്തൂടെയാണ് മലവെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകുന്നത്. പുല്ലൂർ മേഖലയിലും വ്യാപകമായ രീതിയിലാണ് വെള്ളക്കെട്ടുണ്ടായത്. PR പടിയിൽ ഉണ്ടായ വെള്ളക്കെട്ടിൽ അവിടെ കടകളിലേക്കാണ് മഴവെള്ളം ഇരച്ചു കയറിയത്. കാന വൃത്തിയാക്കാത്തത് മൂലം ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല കടകളും തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. വാഹന ഗതാഗതവും വലിയ രീതിയിൽ തന്നെ അവിടെ നേരത്തെ തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അല്പം മഴയുടെ ശക്തി കുറഞ്ഞതോടുകൂടിയാണ് ഗതാഗതം സുഗമമായി തന്നെ മുന്നോട്ട് പോയത്. തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നുണ്ട്. അഗസ്റ്റിൻ, ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത്? അവിടെ എന്താണ് സ്ഥിതി? ഹിതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടുപാലം ജംഗ്ഷനിലാണ്. അതായത് കുരിയച്ചിറ റോഡിൽ മുണ്ടുപാലം ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് മിഷൻ ക്വാർട്ടേഴ്സിലേക്കുള്ള വഴിയിൽ
ശക്തമായ വെള്ളക്കെട്ടുണ്ട്. മുണ്ടുപാലം ജംഗ്ഷനിലും അല്പം വെള്ളക്കെട്ടുണ്ട്. അല്പം മുമ്പ് പെയ്ത കനത്ത മഴയിൽ ഇവിടെ ഏതാനും കടകളിലേക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളിലേക്കും വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി. എന്നാൽ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മഴ ഏകദേശം നിലച്ച മട്ടാണ്. അതിനാൽ തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. തൃശൂർ സ്വരാജ് റൗണ്ട്, ശക്തൻ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഇക്കണ്ടവാരി റോഡ്, ഈ 3 സ്ഥലങ്ങളിൽ നിന്നും വെള്ളം നിശേഷം ഒഴിഞ്ഞു പോയ സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ അല്പം പോലും ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടില്ല. ഇവിടെ മാത്രം, അതായത് മുണ്ടുപാലം ജംഗ്ഷൻ, പിന്നെ പൂങ്കുന്നം ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് അവശേഷിക്കുന്നത്. അത് ആ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു കാലതാമസം മാത്രമേ അതിനെടുക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം തൃശ്ശൂർ നഗരത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ നഗരം ഒരു ആമയുടെ പുറംഭാഗം പോലെയാണ്. അതായത് ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു നഗരം പോലെയാണ് തൃശ്ശൂർ നഗരം. മഴ പെയ്യുന്ന സമയത്ത്, കനത്ത മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുമ്പോഴുണ്ടായ കുറച്ചു നേരത്തേക്കുള്ള വെള്ളക്കെട്ടാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലും മറ്റും കുറച്ചു നേരത്തെ അനുഭവപ്പെട്ടത്. എന്നാൽ വെള്ളം ഒഴുകിപ്പോയതോടെ ഈ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാവുകയും വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളായി മാറുകയുമായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ അശ്വിനി ഭാഗമായാലും മുണ്ടുപാലം ജംഗ്ഷൻ ആയാലും അതുപോലെ തന്നെ പൂങ്കുന്നത്തിന്റെ പ്രാന്തപ്രദേശങ്ങളായാലും താഴ്ന്ന പ്രദേശങ്ങളായതിനാൽ അവിടെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. നിതീഷ്, അഗസ്റ്റിൻ, ഈ അവിടെ വാഹന ഗതാഗതമൊക്കെ സുഗമമായി നടക്കുന്നുണ്ടോ? തൃശ്ശൂർ ഈ ശക്തൻ സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകളെല്ലാം അതുപോലെ തന്നെ സർവീസ് നടത്തുന്നുണ്ടോ? തീർച്ചയായും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ മുണ്ടുപാലം ജംഗ്ഷനിലൊക്കെ വാഹനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ സർവീസ് നടത്തുകയാണ്. കണ്ടവാരി റോഡിലായാലും സ്വരാജ് റൗണ്ടിലായാലും യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ നിലവിലില്ല. നിതീഷ്, മഴയുടെ ശക്തി അല്പം കുറഞ്ഞു എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് അഗസ്റ്റിൻ പങ്കുവയ്ക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വാഹന ഗതാഗതമെല്ലാം തന്നെ സുഗമമായി തന്നെ വരുന്നുണ്ട്. എങ്കിലും ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നതാണ് ഒരു ആശങ്കയ്ക്ക് വക നൽകുന്നത്. പലയിടങ്ങളിലും ആ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞാലും പിന്നീട് മഴ ശക്തമായി തന്നെ പെയ്യുന്നു. അത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു. അശ്വിനി ആശുപത്രി പരിസരം, ഒപ്പം തന്നെ പാട്ടൂരായ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. അഗസ്റ്റിൻ സൂചിപ്പിച്ച പോലെ ഇക്കണ്ടവാരി റോഡ്, ശക്തൻ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ വെള്ളം ഒഴുകിപ്പോയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്നും മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ്, ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് നേരത്തെ അഗസ്റ്റിൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിഞ്ഞുപോയി തുടങ്ങിയിട്ടുണ്ടോ? വാഹന ഗതാഗതമൊക്കെ സുഗമമായോ? തൃശ്ശൂർ ജില്ലയിൽ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇടയ്ക്ക് മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ലിബീഷ്, ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ മുണ്ടുപാലം റോഡിലാണ്. നമുക്ക് കാണാൻ സാധിക്കും, കനത്ത വെള്ളക്കെട്ടാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ മഴയിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. ജില്ലയിൽ വ്യാപകമായി മഴ പെയ്യുമ്പോൾ തൃശ്ശൂർ നഗരത്തിൽ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിനെ തുടർന്ന് വലിയ പരാതികൾ ഉയരുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടത്താത്തതിനാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം എന്നുള്ള പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് KSRTC ബസ്സുകൾ ഈ വഴിയിലൂടെയാണ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുക.
ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളും ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമായത് അറിയാതെ ധാരാളം വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. ധാരാളം ബൈക്കുകളും ചെറിയ വാഹനങ്ങളും തകരാറിലായ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഓട്ടോറിക്ഷയും ബൈക്കും ഉൾപ്പെടെ ഇത്രയും വെള്ളക്കെട്ടിലൂടെ പോയതിനു ശേഷം തകരാറിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തള്ളിക്കൊണ്ടുപോകുന്നൊരു സ്ഥിതിവിശേഷവും ഇവിടെയുണ്ട്. രാവിലെ മുതൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടുകൂടി നഗരത്തിലെ പല റോഡുകളിലും ഗതാഗതം സുഗമമല്ലാതായിരിക്കുകയാണ്. അത് മാത്രമല്ല, വീടുകളിലെ താമസവും താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയത് മൂലം താമസ യോഗ്യമല്ലാതായിരിക്കുകയും ചെയ്തിരിക്കുന്നു. പലയിടങ്ങളിൽ നിന്നും വയസ്സായവരെയും കുട്ടികളെയും ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ സ്കൂട്ടർ പോകുന്നത് കാണാം. ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന വാഹനമാണ്, ചെറിയ വാഹനമാണ്. ഇത്തരം വാഹനങ്ങൾ നിരവധി വെള്ളത്തിലൂടെ പോയി തകരാറിലായ ഒരു സ്ഥിതിവിശേഷം ഈ മേഖലയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിൽ ശക്തൻ സ്റ്റാൻഡിനോട് ചേർന്നും ഒപ്പം തന്നെ ഈ മുണ്ടുപാലം റോഡിലും ഇത്തരം സ്ഥിതിവിശേഷമുണ്ട്. വാഹനങ്ങൾ തകരാറിലാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി. മറ്റ് സമാന്തരമായ റോഡുകളാണ് പലരും ഇതിനെ തുടർന്ന് ഉപയോഗിക്കുന്നത്. ഈ മഴ തുടരുമ്പോൾ, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മഴ തുടരുമ്പോൾ നഗരം ആശങ്കയിലാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് പെട്ടെന്ന് രൂപപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് സ്വരാജ് റൗണ്ടിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് വലിയ പരാതിക്കിടയാക്കുന്നു. പ്രതിപക്ഷം ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ നേരത്തെ അശ്വിനി ആശുപത്രിക്ക് സമീപവും ഇത് കാണുകയുണ്ടായി. ചെറിയ കനാലിലൂടെ വെള്ളം പോകാൻ സാധ്യമല്ലാതെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. പിന്നീട് കോർപ്പറേഷൻ തൊഴിലാളികൾ എത്തിച്ചേർന്ന് ആ കനാൽ ക്ലിയർ ചെയ്യുമ്പോഴാണ്, അതിലെ മണ്ണും കല്ലും മാറ്റുമ്പോഴാണ് വെള്ളം ഒഴുകിപ്പോവുകയും പിന്നീട് വെള്ളക്കെട്ട് ഒഴിവാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഇപ്പോഴും മഴ തുടരുന്നതിനാൽ, ചെറിയ രീതിയിലാണെങ്കിലും തുടർച്ചയായ രീതിയിൽ മഴ പെയ്യുന്നതിനാൽ ഈ വെള്ളക്കെട്ട് പെട്ടെന്ന് ഒഴിയുന്ന ഒരു സ്ഥിതിവിശേഷവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആശങ്ക തുടരുകയാണ്. ലിബീഷ്, മുകേഷ്, മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ തന്നെ എല്ലാം വ്യക്തമാണ്. അവിടെ ഇപ്പോഴും മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ശക്തമായ രീതിയിൽ തന്നെ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ ജില്ലാ ഭരണകൂടം ഏത് രീതിയിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ലിബീഷ്, നമുക്കറിയാം, നേരത്തെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തലേ ദിവസം തന്നെ വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. റെഡ് അലർട്ട് അല്ല, ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും വലിയ മഴയുടെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവധി കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വലിയ വെയിലായിരുന്നു. ഒട്ടും മഴയുടെ ലാഞ്ചന ഉണ്ടായിരുന്നില്ല. ചെറിയ മഴക്കാൽ പോലും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇത്രയേറെ തീവ്രമായ മഴ രാവിലെ മുതൽ തുടർച്ചയായി ഉണ്ടാകും എന്നുള്ളത് ജില്ലാ ഭരണകൂടവും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധിയില്ല. കനത്ത മഴയിലും കുട്ടികളെല്ലാം വിദ്യാലയങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും മഴ തുടരുമ്പോൾ ആ ആശങ്ക രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതേസമയം തന്നെ മലയോര മേഖലയിലും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലുമെല്ലാം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത തുടർച്ചയായ മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാവുകയും അതിരപ്പള്ളി മേഖലയിൽ വാഹനങ്ങൾ തുടർച്ചയായി, അതിരപ്പള്ളി റൂട്ടിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ടിലൂടെ വലിയ റിസ്ക് എടുത്താണ് കടന്നു പോകുന്നത്. ഇത് വാഹനങ്ങൾ തകരാറിലാകാൻ മാത്രമല്ല അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ റോഡിന് ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പല റോഡുകളിലും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാൽ അപകടങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികർക്ക് അപകട സാധ്യതയും ഏറെയാണ്. അത്തരമൊരു സ്ഥിതിവിശേഷം ഇത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന്, ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് വിളിപ്പാട് അകലെയുള്ള റോഡിലാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി എത്തിച്ചേരും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് വീടുകളിലേക്ക് വെള്ളം കയറിയപ്പോൾ ഭരണകൂടം നിർദ്ദേശിക്കുന്നത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ്. അങ്ങനെ പലരും വയസ്സായവരെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും വീട്ടുകാർക്ക്, നേരത്തെ അശ്വിനി ആശുപത്രിക്ക് സമയം നമുക്കത് കാണാൻ സാധിക്കുകയുണ്ടായി, വീട്ടുകാർക്ക് അവിടെയുള്ള വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു വൈമനസ്യം. അതുകൊണ്ട് തന്നെ മുട്ടറ്റമുള്ള വെള്ളത്തിലും ആ വീട്ടുകാർ അവിടെ തുടരുന്നൊരു സാഹചര്യം നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പല വാഹനങ്ങളും ഇപ്പോൾ ഈ വഴിയിലൂടെ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇങ്ങോട്ട് പ്രവേശിച്ചാൽ വെള്ളക്കെട്ടിൽപ്പെടും, വാഹനം തകരാറിലാവും എന്നുള്ള ഭീതി മൂലം പല വാഹനങ്ങളും തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളക്കെട്ട് തുടരുന്നു, ഒപ്പം മഴയും.
മുകേഷ്, നേരത്തെ അഗസ്റ്റിൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മഴ അല്പം ശക്തി കുറയുമ്പോൾ ഇക്കണ്ടവാരി റോഡ്, അതുപോലെ സ്വരാജ് റൗണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ഈ മുണ്ടുപാലം ജംഗ്ഷൻ, അശ്വിനി ആശുപത്രി പരിസരം, പാട്ടുരായ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണോ? മഴയുടെ ശക്തി കുറഞ്ഞാലും വെള്ളം ഒഴിഞ്ഞു പോകാത്ത ഒരു സാഹചര്യമാണോ ഈ പ്രദേശങ്ങളിലുള്ളത്? വിശേഷമില്ല. കാരണം പ്രധാനമായും പ്രതിപക്ഷം, തൃശ്ശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷം ഉന്നയിച്ചതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കാനയിൽ മണ്ണും കല്ലുമെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ള പരാതി അവർ ഉന്നയിച്ചു. അത് നമ്മൾ പലയിടത്തും അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള വീട്ടുകാരും ആ പരാതി തന്നെയാണ് നമ്മളോട് ഉന്നയിച്ചത്. കാരണം കൃത്യമായ രീതിയിലുള്ള ശുചീകരണം ഉണ്ടായില്ല. അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യവുമില്ല. അതിനാൽ തന്നെ വെള്ളം വീടുകളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് അവർ പറയുകയുണ്ടായി. ഇതേ സാഹചര്യം തന്നെയാണ് ഇവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത്. വീടുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കനത്ത വെള്ളക്കെട്ടിലൂടെയാണ് ഇവർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. സമീപവാസികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരാണോ? ശക്തൻ അപ്പാർട്ട്മെന്റിൽ. ഇവിടെ വെള്ളം രാവിലെ മുതലാണോ ഉണ്ടായത്? രാവിലെ മുതൽ. ഇവിടെ സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇവിടെ ഇനിയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണെങ്കിൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം മുട്ടറ്റം വെള്ളത്തോടായമായിരിക്കുന്നു. വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. ഓട്ടോറിക്ഷയും സ്കൂട്ടറും എല്ലാം വലിയ റിസ്ക് എടുത്താണ് ഈ വെള്ളത്തിലൂടെ കടന്നു വന്നതിന് ശേഷം വാഹനങ്ങൾ തകരാറിലായ ഒരു സ്ഥിതിയും നമ്മൾ ഇവിടെ തന്നെ കാണാൻ സാധിച്ചു. ഇതുപോലെ ഇപ്പോൾ മഴ പൂർണ്ണമായും തോർന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് പെട്ടെന്ന് ഒഴിവാവുകയുമില്ല. ലിബീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഒഴിഞ്ഞാലും വെള്ളക്കെട്ട് പെട്ടെന്ന് ഒഴിവാകാനുള്ള ഒരു സാധ്യത, വെള്ളക്കെട്ട് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വാഹനം തകരാറിലായി വാഹനം തള്ളി വരുന്ന ഒരു ഇരുചക്ര വാഹന യാത്രികൻ, അദ്ദേഹത്തിൻ്റെ വാഹനം വെള്ളക്കെട്ടിൽ പെട്ട് ഓഫായി തള്ളി വരുന്ന സ്ഥിതിവിശേഷമാണ്. ഒപ്പം തന്നെ തൊട്ട് പിറകിലുള്ള വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഈ വെള്ളത്തിലൂടെ ശക്തമായി വന്നപ്പോൾ തൊട്ട് പിറകിലുള്ള വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആ വെള്ളത്തിൽ ശക്തിയായി അടിച്ച് ആ നമ്പർ പ്ലേറ്റ് ഇളകി തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വാഹനങ്ങൾ തകരാറിലായി നിൽക്കുമ്പോൾ ഒരു പ്രധാന വിഷയമുള്ളത് വഴിനീളെ വാഹനങ്ങൾ കുരുക്കിൽപ്പെടും എന്നുള്ളത് കൂടിയാണ്. വഴിനീളെ വാഹനങ്ങൾ കുരുക്കിലാകും എന്നൊരു സ്ഥിതിവിശേഷം കൂടി ഇവിടെ പ്രശ്നമുണ്ട്. ഇങ്ങനെ തകരാറിലായ വാഹനങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം മറിഞ്ഞു വീഴതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള പൊട്ടിയതായി കാണാൻ സാധിക്കുന്നു. തൊട്ടുപിറകെ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതിന് പിറകിലൂടെ വരുന്നു. വലിയ വാഹനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വാഹനങ്ങൾ തകരാറിലാവുകയും കുരുക്ക് രൂപപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം എത്തിച്ചേർന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുണ്ടായി വാഹനങ്ങൾ തടസ്സപ്പെടുകയും മാത്രമല്ല, മറ്റൊരു പ്രശ്നമുള്ളത് പകർച്ചവ്യാധിക്കും വളരെ സാധ്യത കൂടുതലാണ്. വെള്ളക്കെട്ടിലൂടെ നഗരത്തിലെ എല്ലാ മലിന വെള്ളവും കൂടി കലർന്നാണ്, പ്രത്യേകിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഉൾപ്പെടെയുള്ള വെള്ളം കലർന്നുള്ള വെള്ളമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ വെള്ളം കയറുമ്പോൾ പ്രദേശവാസികൾ ആശങ്കയിലാണ് എന്തായി മാറും എന്നുള്ളത്. മുണ്ടുപാലം ജംഗ്ഷൻ തന്നെയാണ് തൃശ്ശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ നേർചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ ഇരുചക്ര വാഹന യാത്രികൻ, അദ്ദേഹത്തിൻ്റെ വാഹനം തകരാറിലായി, അദ്ദേഹത്തിന് ആ വാഹനം തള്ളിക്കൊണ്ടു പോകേണ്ട സ്ഥിതിവിശേഷം, വാഹനം മറിഞ്ഞു വീണ് വാഹനത്തിൻ്റെ ലൈറ്റ് അടക്കം പൊട്ടി. ഇരുചക്ര വാഹനം മാത്രമല്ല, ഒരു കാറിൻ്റെയും നമ്പർ പ്ലേറ്റ് ശക്തമായ വെള്ളത്തിൻ്റെ ശക്തിയിൽ നമ്പർ പ്ലേറ്റ് ഒടിഞ്ഞു തൂങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ നേർചിത്രമാണ് മുണ്ടുപാലത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പലയിടങ്ങളിലും മഴയൊഴിഞ്ഞിട്ടും വെള്ളക്കെട്ട് ശക്തമായി തന്നെ തുടരുകയാണ്. വാഹനയാത്രികർ ഏറെ ദുരിതം അനുഭവിക്കുന്നു. നഗരജീവിതം ദുരിതത്തിലാകുന്ന കാഴ്ച. അല്പസമയം മുമ്പ് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഇരുചക്ര വാഹനയാത്രികർ വലയുകയാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആ മേഖലയിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ ഒരു കുടുംബം, അവിടെ നിന്നും ശക്തൻ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു കുടുംബം വളരെ ബുദ്ധിമുട്ടി ആ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇരുചക്ര വാഹനയാത്രികർ മഴവെള്ളത്തിൽ തെന്നി
തെന്നി വീഴുന്നതും അതോടൊപ്പം തന്നെ വാഹനം തകരാറിലാകുന്നതും പതിവ് കാഴ്ചയായി മാറുന്നു. വലിയ വാഹനങ്ങൾ കുഴപ്പമില്ലാതെ കടന്നു പോകുമ്പോഴും ഇരുചക്ര വാഹന യാത്രികർ വലയുന്നു. ചെറിയ വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കുന്നു. അങ്ങനെ നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ ശക്തൻ നഗറിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ആ റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടങ്ങളിൽ നിന്നും മഴവെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രികർ, പ്രത്യേകിച്ച് ഭക്ഷണ വിതരണമൊക്കെ നടത്തുന്നവർ, ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവരൊക്കെ തന്നെ വലയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പലരും വാഹനങ്ങൾ തള്ളിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. തിരിച്ചു പോകുന്നുണ്ട് ചിലർ. ആ രീതിയിലാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. മധ്യ കേരളത്തിലും മലയോര മേഖലകളിലുമെല്ലാം തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. തൃശ്ശൂരടക്കം 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ടുള്ളത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തൃശ്ശൂരിൽ പെയ്ത അതിശക്തമായ മഴയിൽ നഗരത്തിലെ പല റോഡുകളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. തൃശ്ശൂരിൽ പുലർച്ചെ മുതൽ ആരംഭിച്ച കോരിച്ചൊരിയുന്ന മഴയിലാണ് നഗരത്തിലെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശ്വിനി ആശുപത്രിക്ക് പിൻവശമുള്ള അക്വാട്ടിക് ലൈനിലുള്ള 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഇവർ വീടുകളിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ലെന്നും ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലൊരു 8-10 വീട്ടുകാരാണ് ഉള്ളത്. നമുക്കിവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് അക്വാട്ടിക്സ് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ഒരു വലിയ മഴയ്ക്ക് ടൗണിൽ, നഗരത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം മുഴുവനും ഈ വഴി കൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോവാറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്.
ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാറുന്നുണ്ട്. ചിലവരൊന്നും വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. ചിലരൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. ഓരോ മഴക്കാലത്തും വെള്ളം കയറുന്ന പ്രദേശമാണ് അശ്വിനി ആശുപത്രി പരിസരം. ഇത്തവണ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല. രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ വീടുകളെല്ലാം വെള്ളത്തിലായതായും ഫൈബർ ബോട്ട് ഉപയോഗിച്ച് ഇവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും മഴയ്ക്കൽപ്പം ശമനമായതോടെ വെള്ളം ഇറങ്ങി തുടങ്ങിയതായും പൊതുപ്രവർത്തകനായ ഡേവിഡ് പറഞ്ഞു. ഭാഗത്തുള്ള വീടുകളിലാണ് കയറിയിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ മഴയത്ത് ആണ് ഉണ്ടായത്. 1.5 മണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും ഇത് കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 10-16ഓളം വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മഴത്താണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി ഏത് സമയത്ത് മഴ കൂടാൻ വെച്ചാൽ ഭീതിൻ്റെ ആൾക്കാർക്ക്. വെള്ളം പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊന്നുണ്ടെങ്കിലും മഴ കൂടുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട്. സെക്രട്ടറിയും ജീവനക്കാരടക്കമുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. പൂങ്കുന്നം പെരിങ്ങാവ് ഭാഗത്തുൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇക്കണ്ടവാരി റോഡിലടക്കം പല റോഡുകളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടുവെങ്കിലും മഴയുടെ ശക്തി കുറഞ്ഞോടെ ഇവിടെ നിന്നെല്ലാം വെള്ളം ഇറങ്ങിത്തുടങ്ങി. ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ മണ്ണുത്തി മുക്കാട്ടുകര റോഡിൽ വെള്ളം കയറി. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള പീച്ചി ഉപകനാലിൽ ചപ്പുചവറുകൾ വന്നടിഞ്ഞതോടെ വെള്ളം റോഡിലൂടെയാണ് കുത്തിയൊഴുകുന്നത്. ഇതുമൂലം ഇവിടെ ചെറിയ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത വിധം വെള്ളക്കെട്ടും രൂക്ഷമാണ്. ശക്തമായ മഴയിൽ ഒല്ലൂർ PR പടിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെളിച്ചെണ്ണ ഷോപ്പ്, ടീ ഷോപ്പ് എന്നിവയിൽ വെള്ളം കയറി. മഴ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യാപാരം നടത്താൻ കഴിയില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും വെള്ളക്കെട്ട് മൂലം യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. ശക്തമായ മഴയിൽ പാലപ്പള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. ഭരത ചെമ്പങ്കണ്ണ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാൽ, അരീപ്പുറം മൈമുന, വലിയമ്പാറയിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകൾക്ക് ചുറ്റും എത്തുകയായിരുന്നു. റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും തോട്ടം മാനേജ്മെന്റ് നടപടിയെടുത്തില്ല. ഇതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഴ ശക്തമായതോടെ വരന്തരപ്പള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ കല്ലൂർ, ഭരത, ചെമ്പങ്കണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിന്റെ വശങ്ങളിടിഞ്ഞ് പറമ്പുകളിലേക്ക് വെള്ളം കയറി. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഭരത ചെമ്പങ്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചൂട്, പുല്ലുത്തി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ അയ്യങ്കോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കുറുമാലി പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് പോത്തൻചെറിയിൽ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പോത്തൻചെറിയിലെ 6ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പോത്തൻചെറിയിലെ പോട്ടക്കാരൻ രാമായി വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 ലോഡ് മണലും 1 ലോഡ് മെറ്റലും കുത്തിയൊലിച്ചുപോയി. പെട്ടെന്നാണ് ഈ ഭാഗത്ത് വീടുകളുടെ ചുറ്റും വെള്ളം ഉയർന്നത്. വീടുകളുടെ തറനിരപ്പ് വരെ ഉയർന്നെങ്കിലും പിന്നീട് വെള്ളം ഇറങ്ങി. പ്രളയകാലത്ത് പോലും ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് മെമ്പർ KR ഔസേഫ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ചേലക്കര വാഴക്കോട് റോഡിൽ ആറ്റൂർ കമ്പനിപ്പടി പരിസരത്ത് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ. വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നാട്ടുകാരാണ് വാഹനഗതാഗതം നിയന്ത്രിക്കുന്നത്. റോഡ് നന്നാക്കിയിരുന്നെങ്കിലും ഈ ഭാഗങ്ങളിലുള്ള കാനകൾ വൃത്തിയാക്കാതിരുന്നതാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് മാത്രം നന്നാക്കിയാൽ കാനയും വൃത്തിയാക്കണമെന്നാണ് ദുരനുഭവം നേരിട്ട വാഹനയാത്രികർ അഭിപ്രായപ്പെടുന്നത്. കടലിൽ ശക്തമായ കാറ്റടിക്കുന്നു. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങിത്തുടങ്ങി. റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്ത് അതിശക്തമായ കടൽക്കാറ്റ് വീശുകയാണ്. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമായി കടലിൽ പോയ ഒട്ടുമിക്ക യാനങ്ങളും കാറ്റ് ശക്തമായതിനെ തുടർന്ന് കരയിൽ മടങ്ങിയെത്തി. കടൽ ഏറെക്കുറെ വിജനമായ അവസ്ഥയിലാണ്. അഴീക്കോട്, മുനമ്പം അഴിമുഖം വഴി 100 കണക്കിന് വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. സമീപ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്തത്ര ശക്തിയോടെയാണ് കാറ്റ് വീശുന്നത്. കിഴക്കൻ പ്രദേശത്ത് മഴ കനക്കുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.
അഴിമുഖത്ത് പുഴ കലങ്ങിമറിഞ്ഞ നിലയിലാണ്. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരീക്ഷണം ശക്തമാക്കി. ആവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതിയും തയ്യാറെടുത്തിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്കെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കെടുതികളിലേക്ക് പിന്നീട് വരാം. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്നലെ അന്തരിച്ച പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസിന്റെ ഖബറടക്കം ഇന്ന് വൈകിട്ട് നടക്കും. വൃക്ക ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി 11:50 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. വൈകിട്ട് 5-ന് പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് സംസ്കാരം. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെ അരങ്ങേറ്റം കുറിച്ചത്. മലയാളത്തിൽ 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണത്തിന് വില വർദ്ധിച്ചു. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഗ്രാമിന് 9370 രൂപയും പവന് 74,960 രൂപയുമാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില വർധനവ്. ഈ മാസം 1760 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം പവന് 80,000 രൂപ നൽകേണ്ടി വരും. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റിവന്ന ലോറി കുഴിയിൽ വീണ് ആക്സിൽ ഒടിഞ്ഞ് ചെരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. പെരുമ്പാവൂരിലേക്ക് മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് റോഡിൽ ചെരിഞ്ഞത്. ലോറി എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന നിലയിലാണ്. മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതിനെ തുടർന്ന് ദിശ തെറ്റിയ ലോറി പ്രധാന റോഡ് വിട്ടിറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണ സമയത്ത് പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്ന പരാതി വ്യാപകമാണ്. ശാരീരികക്ഷമതയും ചിട്ടയാർന്ന ജീവിതചര്യയും കൊണ്ട് പ്രായത്തെ പിന്നിലാക്കുകയാണ് ചാഴൂർ സ്വദേശിയായ ഈ കരാട്ടെ മാസ്റ്റർ. 6000-ലേറെ ശിഷ്യരുള്ള ഈ 73-കാരൻ്റെ കരാട്ടെ ജീവിതം ഇപ്പോഴും ഊർജ്ജസ്വലമാണ്. ട്രഡീഷണൽ ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ ഇന്ത്യൻ പ്രതിനിധിയും മുഖ്യ പരിശീലകനുമാണ് 8th ഡാൻ ബ്ലാക്ക് ബെൽറ്റായ ചാഴൂർ സ്വദേശി ഷിഹാൻ ഉസ്മാൻ. കരാട്ടയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഷിഹാൻ ഉസ്മാന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി 6000-ഓളം ശിഷ്യരുണ്ട്. ഇവരിൽ 4000-ഓളം പേർ ബ്ലാക്ക് ബെൽറ്റുകളാണ്. പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ പരിശീലനത്തിലൂടെ ടെസ്റ്റുകൾ പിന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് നേടുമ്പോഴേക്കും ഇദ്ദേഹം കരാട്ടെ പരിശീലകനായി മാറിക്കഴിഞ്ഞിരുന്നു. കരാട്ടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിഫെൻസാണ്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ മയക്കുമരുന്നിനുമൊക്കെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായം, വളരെ രഹസ്യമായി നടക്കുന്നൊരു സമ്പ്രദായം നിലവിലുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കരാട്ടെ പഠനത്തിൽ കൂടെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവർ പഠിക്കുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കം. സമൂഹത്തിൽ നിന്ന് പലതരത്തിൽ സ്വാധീനം കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ആ സ്വാധീന ശക്തികളെ എങ്ങനെ നേരിടണം, ഏത് വിധത്തിൽ നേരിടണം എന്നൊക്കെ കരാട്ടയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇന്ന് കരാട്ടയിൽ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികൾ വരുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം തന്നെ അവരുടെ ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ. അതുപോലെ ശാരീരികമായ ക്ഷമത, ഒരുപാട് നല്ല സ്കില്ല് ഉണ്ടാവാൻ കരാട്ടെ സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കരാട്ടെ ലൈഫിലെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്.
കൂലിപ്പണി, ബസ് ടിക്കറ്റ് ചെക്കർ, നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി ജീവനക്കാരൻ, പോലീസ് തുടങ്ങി വിവിധ കർമ്മരംഗങ്ങളിൽ മുഴുകിയപ്പോഴും കരാട്ടെ ഒപ്പമുണ്ടായിരുന്നു. ചാഴൂരിലെ സ്വന്തം പരിശീലന കേന്ദ്രത്തിൽ കുട്ടികൾക്ക് നേരിട്ട് പരിശീലനം നൽകിയും വിവിധയിടങ്ങളിൽ ശിഷ്യർ നടത്തുന്ന പരിശീലനങ്ങളിൽ മേൽനോട്ടം വഹിച്ചും ഇപ്പോഴും കരാട്ടയിൽ സജീവമാണ് ഈ മാസ്റ്റർ. ജീവിതസഖി ലത്തീഫ ബീവിയും വിവാഹിതരായ മക്കളും നൽകുന്ന പിന്തുണയും കരാട്ടയോടുള്ള ആത്മബന്ധവും സ്നേഹസമ്പന്നരായ ശിഷ്യഗണവുമാണ് പ്രായത്തെ പിന്നിലാക്കിയ ഊർജ്ജസ്വലതയുടെ കാരണമെന്നതിന് സാക്ഷ്യമാവുകയാണ് ഈ മാസ്റ്ററുടെ കർമ്മകാണ്ഡം. അരനൂറ്റാണ്ടിലേറെയായി കരാട്ടയിൽ സജീവമാണ് ഷിഹാൻ ഉസ്മാൻ. ഈ കാലഘട്ടത്തിനിടയിൽ ഈ 73-കാരന് സ്വന്തമായത് ആയിരക്കണക്കിന് ശിഷ്യരാണ്. ചാഴൂരിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും നിരവധി കേസിലെ പ്രതിയുമായ ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി ഊളയ്ക്കൽ വീട്ടിൽ സിദ്ദി എന്നറിയപ്പെടുന്ന സിദ്ദിഖിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ച് ഉത്തരവ് നടപ്പിലാക്കി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പരസ്യ വിചാരണ ചെയ്ത ഭരണകൂട സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു കുൽസു അസീസ് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, TD ജയപാലൻ, MP വിജയൻ, TD സഹജൻ, ജോയ് വാസുപുരത്തുകാരൻ, സുധീർ വെള്ളിക്കുറങ്ങര എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് LDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിൽ പ്രതിഷേധിച്ച് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഓസ്റ്റിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനിയാണ് ഭഗവതിക്കുന്നത്ത് ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്റർ സുമിയെ ഓടിച്ചത്. ഇന്ന് പുലർച്ചെ അസുരൻകുണ്ട് വനം വിട്ടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായ കൃഷിനാശം വരുത്തി. ഒരു കർഷകന്റെ മതിലും ഗേറ്റും തകർത്തു. 3 വർഷമായി കാട്ടാനശല്യം തുടർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുത്തൂർ വെട്ടുകാട് തമ്പുരാൻമൂലയിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ വെള്ളം കയറി. കമ്പനിയുടെ മതിലിടിഞ്ഞ് ശക്തമായ വെള്ളമാണ് ഒഴുകുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിപ്പോയി. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തൃശൂരടക്കം 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. ശക്തമായ മഴയിൽ ജില്ലയിലെ പല റോഡുകളും വെള്ളക്കെട്ടിൽ. തൃശൂർ നഗരത്തിലെയും പാലപ്പള്ളിയിലെയും വെള്ളിക്കുളങ്ങരയിലെയും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ശക്തമായി വീശിയടിച്ച് കടൽക്കാറ്റ്. മത്സ്യബന്ധനയാനങ്ങൾ കരയിലേക്ക് മടങ്ങി. കനത്ത മഴയിൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ഇന്നലെ അന്തരിച്ച പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസിന്റെ കബറടക്കം ഇന്ന് വൈകിട്ട് പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലാണ് കബറടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.